പാഠം 341 തെറ്റുകളുടെ മറുപുറം. ഹലോ, അതെ സത്യഭാമയാണ്. രാമൻകുട്ടി ചേട്ടാ, കേസ് ഇന്നാണ് 11 മണിയാകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, ഇതൊരൊറ്റ പ്രാവശ്യത്തേക്ക് മാത്രമാണേ. മേലിൽ ഇത്തരം കേസുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കില്ല. ശരി ശരി. പിന്നെ കോടതി ചില്ലറ ചെലവുകളൊക്കെ വരും, അത് മുടക്കിക്കൊള്ളണം. മനസ്സിലായല്ലോ? ശരി. വക്കീലിനേതോ വലിയ കേസുണ്ടല്ലോ. തമ്മിത്തല്ലാണോ മുച്ചിട്ടളിയാണോ? രണ്ടുമല്ല, മോഷണം. മോഷണോ? ടൗണിലെ ജ്വല്ലറിയിൽ സെയിൽസ്മാൻ ആയിരുന്നു രാമൻകുട്ടി ചേട്ടൻ. വയസ്സ് 19 ഉണ്ട്. ജ്വല്ലറി തുടങ്ങിയ കാലത്തേ ഉള്ള ആളാ. അതുകൊണ്ട് ബിസിനസ് വലുതാക്കിയിട്ടും മുതലാളി ആളെ പറഞ്ഞു വിട്ടില്ല. പക്ഷേ പഴയ മുതലാളി രോഗിയായി കിടപ്പിലായതോടെ മക്കൾ ജ്വല്ലറിയുടെ അധികാരം ഏറ്റെടുത്തു. പ്രായമായ രാമൻകുട്ടി ചേട്ടനെ പോലുള്ളവരെ പറഞ്ഞു വിടാൻ അവർ തീരുമാനിച്ചു. പക്ഷെ പുള്ളിക്കാരൻ എങ്ങനെയോ മുതലാളിയുടെ കാല് പിടിച്ച് ജോലി തുടർന്നു. കഴിഞ്ഞ മാസം ജുവലറിൽ നിന്ന് രാമൻകുട്ടി ചേട്ടൻ 2 പവന്റെ ഒരു വള മോഷ്ടിച്ചു എന്നതാണ് കേസ്. സംഗതി കള്ള കേസൊന്നുമല്ല, രാമൻകുട്ടി ചേട്ടൻ മോഷ്ടിച്ചത് തന്നെയാ. വർഷങ്ങളായി ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് മോഷണം നടത്തിയ ആൾക്ക് വേണ്ടിയാണ് നീ കേസ് വാദിക്കുന്നത്. ഇത്രയും കാലം ശമ്പളം കൊടുത്ത തൊഴിലുടമയെ വഞ്ചിച്ച രാമൻകുട്ടിയെ പോലുള്ളവരെ രക്ഷിക്കാൻ നടക്കുന്ന നീയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം. മോഷ്ടിച്ചത് തെറ്റ് തന്നെയാണ് മോഹനേട്ടാ. പക്ഷേ രാമൻകുട്ടി ചേട്ടന്റെ അവസ്ഥ അറിഞ്ഞപ്പോ സഹതാപം തോന്നിപ്പോയി. അതുകൊണ്ട് ഞാൻ ഈ കേസ് ഏറ്റത്. എന്തവസ്ഥ? രാമൻകുട്ടി ചേട്ടന് 2 പെൺമക്കളാണ്. ആദ്യത്തെ ആളെ കല്യാണം കഴിച്ചയച്ചപ്പോൾ പഴയ മുതലാളിയായിരുന്നു ജുവല്ലറിയുടെ ചുമതലക്കാരൻ. അയാള് ചെറുതായി സഹായിച്ചതുകൊണ്ട് ആ കല്യാണം നടന്നു. പക്ഷേ രണ്ടാമത്തെ കുട്ടിയുടെ ആലോചന വന്നപ്പോൾ പുതിയ മുതലാളിമാർ കൈമലർത്തി. അവർക്ക് പണ്ടേ രാമൻകുട്ടി ചേട്ടൻ ഇഷ്ടമല്ലായിരുന്നല്ലോ. കല്യാണ ചെലവിന് ഉണ്ടാക്കാവുന്ന പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടും തികഞ്ഞില്ല. ഒടുവിൽ രാമൻകുട്ടി ചേട്ടൻ കടയിൽ നിന്ന് 2 പവന്റെ വള മോഷ്ടിച്ചു. വള മോഷണം പോയെന്ന് അറിഞ്ഞപ്പോഴേക്ക് കല്യാണം നടന്നതുകൊണ്ട് അത്രയും രക്ഷപ്പെട്ടു. മുതലാളിമാർ രാമൻകുട്ടി ചേട്ടനെതിരെ കൊടുത്ത കേസിലാണ് ഇന്ന് വാദം തുടങ്ങുന്നത്. എല്ലാ കള്ളന്മാർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളുണ്ടാവും. അതിന്റെ പേരിൽ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നാട്ടിൽ നിയമത്തിന്റെ അവസ്ഥ എന്താവും? കൊലപാതക കേസിലെ പ്രതികൾക്ക് പറയാനും അവരുടേതായ ന്യായങ്ങളുണ്ടാവും. അതുകൊണ്ട് കൊലപാതകമല്ലാതാവൂ. ഈ ഒരൊറ്റ പ്രാവശ്യത്തേക്ക് സഹായിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ മോഹനേട്ടാ. എനിക്ക് വേണ്ടിയ വക്കീലെ എന്റെ അച്ഛൻ ഇത് ചെയ്തതെന്ന് പറഞ്ഞ് രാമൻകുട്ടി ചേട്ടന്റെ മോൾ എന്നെ കാണാൻ വന്നിരുന്നപ്പോ എനിക്ക് പിന്നെ അത് ഉപേക്ഷിക്കാൻ തോന്നില്ല. എന്റെ പ്രായമുള്ളൂ അവക്കും. നീ എന്തൊക്കെ പറഞ്ഞാലും മോഷണം അങ്ങേയറ്റം ഹീനകരമായ ഒരു കുറ്റകൃത്യമാണ്. അത്തരം കേസുകളിൽ പെടുന്നവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നീ ഒരു വെറും വക്കീലല്ല, വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ ഭാര്യയാണെന്ന് കൂടി ഓർക്കണം. സത്യസന്ധനായ വില്ലേജ് ഓഫീസറുടെ ഭാര്യ മോഷണ കേസിലെ പ്രതിക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുന്നു. കഷ്ടം. ഇങ്ങനെ കുറെ കാലം കൂടി പോയാൽ ഒടുവിൽ നാട്ടുകാർ എന്നെ പറ്റി എന്താവും പറയുക? അയാൾക്ക് സത്യസന്ധനാവാലോ. കാരണം അയാളുടെ ഭാര്യ കള്ളന്മാർക്ക് വേണ്ടി കേസ് വാദിച്ച് കാശുണ്ടാക്കുകയാണല്ലോ എന്ന്. ഒരു വക്കീലിനെ കല്യാണം കഴിക്കരുതെന്ന് ഒരുപാട് പേരിനെ ഉപദേശിച്ചതാ. ഞാനത് കേട്ടില്ല. എനിക്കിത് വരണം. വന്നാ പഠിക്കും. വിദ്യലക്ഷ്മി, രാമൻകുട്ടി ചേട്ടന്റെ കേസ് ഇന്നാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്റെ പൊന്ന് ഏലിയാസേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ മോഹനേഷ് സാറിനോട് നിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ അങ്ങേര് അത്ര എളുപ്പം വഴങ്ങില്ല എന്ന് നിനക്കറിയാലോ. എനിക്കത് അറിയേണ്ട കാര്യമില്ല ശിശുപാലൻ സാറേ. ഭൂമി പോക്കുവരവ് ചെയ്തു തരാമെന്ന് പറഞ്ഞേ രൂപ 5000 സാർ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. വാങ്ങിയപ്പോ പറഞ്ഞ എന്താ? ഒക്കെ സാർ ഏറ്റെന്ന്. അത് ഏറ്റത് തന്നെ ഏലിയാസേ. പക്ഷെ നിനക്കറിയാലോ, ആധാരത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. പെട്ടെന്നൊന്നും അങ്ങനെ പോക്കുവരിയാൻ പറ്റില്ല.
ആധാരത്തിൽ പ്രശ്നം ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ കൈക്കൂലി തന്നത്. ഇല്ലെങ്കിൽ 10 പൈസ മുടക്കാതെ ഈ ആധാരം പോക്കുവരവ് ചെയ്യാൻ എനിക്കറിയാലോ. ഈ മോനേഷ് സാർ ഒരു പ്രത്യേക ടൈപ്പാ. പെട്ടെന്നൊന്നും ഒരു കാര്യം സാധിച്ചു തരില്ല. പിന്നെ നിന്റെ കാര്യം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പറയും. അങ്ങനെ കുറേ ദിവസം പറഞ്ഞ് സഹി കെട്ട് സാറ് പറയും ശരി ചെയ്തു തരാമെന്ന്. അതേ ഉള്ളൂ ഒരു വഴി. ആ വഴി എനിക്ക് വേണ്ടെങ്കിലോ? ശിശുപാല സാറേ, സാർ എൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിയിട്ട് മാസം 1.5 ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇന്ന് ഉച്ച വരെ ഞാൻ നോക്കും. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത് പ്രശ്നമാവുക ശിശുപാല സാറേ. എൻ്റെ സ്വഭാവം സാറിന് ശരിക്കും അറിയാലോ. ആ എലിയാസ, ഇത് വില്ലേജ് ഓഫീസാ. ഇവിടെ വന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയ പ്രശ്നമാവും. നീ തൽക്കാലം പോ. നമുക്ക് വൈകിട്ട് കാവേരി ബാറി കാണാം. ഈ പ്രശ്നം കള്ളിൽ തീരില്ല സാറേ. ഞാൻ ഇവിടെ തന്നെ കാണും. എന്റെ പ്രശ്നത്തിന് തീരുമാനമാകുന്നത് വരെ സാറിനെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. ഗുരുവായൂരപ്പ, ഇത് പുലിവാലായല്ലോ. നീ നില്ല്, ഞാനിതാ വരണം. ശിശുപാലൻ ചേട്ടൻ കുറച്ചു നേരം ആയല്ലോ. പുറത്തൊരാളോട് സംസാരം. ആരാത്? പ്രഭയ്ക്ക് അറിയില്ലേ? ഏലിയാസ്. അയാളുടെ വസ്തു പോക്കുവരവ് ചെയ്യാൻ കൊണ്ടുവന്നിട്ട് മോനേഷ് സാർ സമ്മതിച്ചില്ലല്ലോ. അതിന്റെ കാര്യം വല്ലതും ആവും. പ്രൊഫസറെ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു 5000 രൂപ എടുക്കാനുണ്ടാവോ? 5000 രൂപയോ? ശിശുപാലൻ ചേട്ടൻ എന്താ കളിയാക്കുകയാണോ? ശിശുപാലൻ ചേട്ടാ, ഇന്ന് മാസം തീരുകയാണ്. ഇനി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ശമ്പളം കിട്ടിയാലല്ലാതെ ഞങ്ങളുടെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. എന്താ ഇത്ര അത്യാവശ്യം? അന്നാ പോക്കുവരവിന് വന്ന ഏരിയാസെ കാര്യം നടത്തി കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ അത്യാവശ്യം കുറച്ച് കാശ് വാങ്ങിപ്പോയി. എന്ത് ധൈര്യത്തിലാ ശിശുപാലൻ ചേട്ടാ കാശ് വാങ്ങിയത്? സാറ് സമ്മതിക്കില്ലെന്ന് അറിഞ്ഞൂടായിരുന്നോ? അന്നേരത്തെ അത്യാവശ്യത്തിന്റെ പേരിൽ വാങ്ങിപ്പോയി സാറേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ അത് കുരിശായ മട്ട. എന്താ റിലേസേ, ആ പോക്കുവരവ് നടക്കില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ശിശുപാല സാറിനെ ഒന്ന് കാണാൻ വന്നു. എന്താ ശിശുപാലന് മറ്റേ ഏർപ്പാട്? ഏയ്, അങ്ങനെയൊന്നുമില്ല. എവിടെന്നെങ്കിലും ഏലിയാസിന് കൊടുക്കാനുള്ള കാശ് സംഘടിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ മോനേഷ് സാർ വിവരം അറിയും. അതോടെ എന്റെ കാര്യം പോക്കാ. ശിശുപാല, ശിശുപാലിനെ കാണണമെന്ന് പറഞ്ഞ് ആ ഏലിയാസ് പുറത്തു നിൽപ്പുണ്ട്. ഞാൻ കണ്ടു. അവൻ വെറുതെ വന്നതാ സാറേ. എങ്ങനെയാണ് പറഞ്ഞോട്? ഒരു കാര്യമില്ലാതെ ഒരാളെ കാത്തിരുന്നത് എന്തിനാണ്? ഭഗവാനെ, ഏലിയാസ് എന്ത് പറഞ്ഞു കാണുമെന്തോ. അപ്പോ നിങ്ങളുടെ ആരുടെയും കയ്യിൽ കാശില്ലല്ലേ? 10 പൈസ ഇല്ല. കാശ് കയ്യിൽ വെച്ചോണ്ട് ഞാൻ കള്ളം പറയോ ശിശുപാലൻ ചേട്ടാ? അപ്പൊ പിന്നെ എന്തെങ്കിലും കടുങ്കൈ പ്രയോഗിക്കേണ്ടി വരും. അതെ ഏലിയാസേ, മോനേഷ് സാർ വന്നത് കണ്ടല്ലോ. ഇനി ഇവിടെ നിന്നാ പ്രശ്നം. എത്രയും പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. നമുക്ക് വൈകുന്നേരം കാണാം. നടക്കില്ല ശിശുപാല സാറേ. എന്തായാലും എന്റെ പോക്കുവരവിന്റെ കാര്യം നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ. അത് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. സ്വയംപ്രഭ സാറിനോട് കാഞ്ചന സാറിനോട് ഞാൻ ചോദിച്ചു. അവരുടെ കയ്യിലില്ല. നാളെ വൈകുന്നേരത്തിന് മുമ്പ് പലിശയ്ക്ക് എടുത്തിട്ടായാലും ശരി, നിന്റെ കാശ് ഞാൻ തരും. നീ ഇപ്പൊ പോ. കാശില്ലാതെ ഞാൻ പോവില്ല. നിയമം മാത്രം നോക്കി കാര്യങ്ങൾ നടത്തുന്ന ഒരു യോഗ്യനല്ലേ അകത്തിരിക്കുന്നത്. അങ്ങേരുടെ കൂടെ ജോലി ചെയ്യുന്നവരെ എന്താണ് ചെയ്യുന്നതെന്ന് അങ്ങേരും കൂടെ ഒന്ന് അറിയട്ടെ. എനിക്കിപ്പ എന്റെ കാശ് കിട്ടണം. എലിയാസ, ഇത് കുട്ടികളിയല്ല. മോനേഷ് സാർ അറിഞ്ഞ എന്റെ കാര്യം പോക്കാ. ഭാര്യയും പിള്ളേരെയും പോറ്റാൻ വേറെ ഒരു വഴി എനിക്കില്ല. നീ ദൈവത്തെ ഓർത്തിപ്പോ പോ. കാശ് ഞാൻ തരാം. കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. ഇനി ഒരു വിട്ടുവീഴ്ചയില്ല. എലിയാസെ, കാശ് തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എന്നെ ഉപദ്രവിക്കരുത്. ശിശുപാല സാറേ, പറ്റാത്ത കാര്യമാണെങ്കിൽ അന്ന് പറയണമായിരുന്നു. അന്ന് പറഞ്ഞില്ലല്ലോ. കാശ് വാങ്ങി പോക്കറ്റിലിട്ട് 1.5 മാസം എന്നെ തെക്ക് വടക്ക് നടത്തിയിട്ട് ഇപ്പൊ പറയുന്നു പറ്റില്ല എന്ന്. നടക്കോ ഇല്ലയോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ പ്രശ്നം? ഒന്നുമില്ല സാർ. എലിയാസിന്റെ പോക്കുവരവിന്റെ കാര്യം ഞാൻ പറയായിരുന്നു.
നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. നമുക്കത് പോക്കുറിയാൻ പറ്റില്ലല്ലോ. എലേസേ, 5 മിനിറ്റ് മുമ്പ് മലയാളത്തിലല്ലേ ഞാൻ തന്നോട് ചോദിച്ചത് എന്തിനാടോ വന്നെന്ന്? പോക്കുവരവ് നടക്കില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഏലീസ് എന്താ പറഞ്ഞത്? ശിശുപാല സാറിനെ കാണാൻ വന്നതാണ് എന്ന്. ശിശുപാലനെ കണ്ടല്ലോ. ഇനി എന്താ പ്രശ്നം? പ്രശ്നം വേറൊന്നുമല്ല സാറേ. അന്ന് പോക്കുവരവ് ചെയ്യാൻ ആധാരവുമായി വന്നപ്പോ സാറ് പറഞ്ഞില്ലേ അത് നടക്കില്ലെന്ന്. ഞാൻ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോ ഈ ശിശുപാലൻ സാറ് എന്നോട് പറഞ്ഞു 5000 രൂപ കൊടുക്കാമെങ്കിൽ പോക്കുവരവിന്റെ കാര്യം ശരിയാക്കാമെന്ന്. അയ്യോ, അങ്ങനെയല്ലേ സാർ ഞാൻ പറഞ്ഞത്? അങ്ങനെ തന്നെയാ താൻ പറഞ്ഞത്. ഇയാളെ വിശ്വസിച്ച് ഞാൻ പിറ്റേ ദിവസം രൂപ 5000 കൊണ്ടുവന്ന് കൊടുത്തത്. ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു അടുത്ത ആഴ്ച ശരിയാക്കാമെന്ന്. ഇപ്പൊ മാസം 1.5 സാറേ. ഇനി എനിക്ക് പോക്കുവരവ് നടത്തണ്ട, എന്റെ കാശ് തിരിച്ചു കിട്ടിയാൽ മതി. ശിശുപാല, ഏലിയാസ് പറഞ്ഞ സത്യമാണോ? അത് ഞാൻ പറയട്ടെ സാറേ. ചോദിച്ചതിന് മറുപടി. ശിശുപാലൻ ഏലിയാസിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയോ? വാങ്ങി. ഓഹോ, അപ്പോ വില്ലേജ് ഓഫീസറായി ഞാൻ അറിയാതെ നിങ്ങളൊക്കെ ഇവിടെ തോന്നും പോലെ ഓരോന്ന് ചെയ്ത് കൂട്ടുകയാണല്ലേ? ഏലിയാസേ, ഇപ്പൊ നന്നായി. കൈക്കൂലി കേസിൽ ശിശുപാലൻ ഇന്ന് ജയിലിൽ പോയിരിക്കും. ഏലിയാസ് സാക്ഷി വരേണ്ടി വരും. സാറേ, ഞാനൊന്ന് ഒന്നും പറയണ്ട. മോഹനേഷൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ കൈക്കൂലിക്കാർക്ക് സ്ഥാനമില്ല. ശിശുപാലന്റെ സ്ഥാനം ഇന്ന് മുതൽ പോലീസ് ലോക്കപ്പിലും ജയിലിലുമായിരിക്കും. ആഹാ, തീർന്നല്ലോ നിന്റെ സൂക്കേട്. എന്റെ ജോലി പോയാൽ നിനക്ക് എവിടുന്ന് കാശ് കിട്ടും? കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, സാറിന്റെ ജോലി പോയി കിട്ടുമല്ലോ. അത്രക്ക് എന്നെ പറ്റിച്ചതല്ലേ സാറ്? സാറ് പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ശിശുപാല ഒന്നും പറയണ്ട. എന്നെ പോലെ ഒരാൾ വില്ലേജ് ഓഫീസർ ആയിട്ടിരിക്കുന്ന വില്ലേജ് ഓഫീസിൽ ഇങ്ങനെ ഒരു അക്രമം നടക്കാന്ന് പറഞ്ഞാല് ഇനി ശിശുപാലൻ കൈക്കൂലി വാങ്ങുന്നത് എനിക്കൊന്ന് കാണണം. സാർ, പരീക്ഷ ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് മൂത്തമോളുടെ പരീക്ഷ മുടങ്ങുമെന്ന് വന്നപ്പോ സത്യമാണ് സാർ. എന്നെപ്പോലൊരു പിയൂണിന് മോളെ എഞ്ചിനീയർ ആക്കണമെന്ന് ആഗ്രഹിക്കാമോ എന്ന് എനിക്കറിയില്ല. അവളുടെ മോഹമായിരുന്നു. എങ്ങനെയെങ്കിലും കാശുണ്ടാവുമെന്നോർത്ത് അഡ്മിഷൻ സംഘടിപ്പിച്ചു. പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമായെന്ന് അവൾ നേരത്തെ പറഞ്ഞതാ. ഞാനതിനുള്ള കാശും ഉണ്ടാക്കി വെച്ചു. പക്ഷെ ആ നേരത്താ അമ്മ ആശുപത്രിയിലായത്. സാറിന് ഓർമ്മ കാണും. അമ്മയെ കാണാൻ സാർ ആശുപത്രിയിൽ വന്നിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോ കയ്യിലൊന്നും ബാക്കിയില്ലാതായി. എന്ത് ചെയ്യേണ്ടെന്ന് ഓർത്തിരിക്കുമ്പോഴാ ഏലിയാസ് മുമ്പിൽ വന്ന് വീണത്. ഫീസടയ്ക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മോള് കരച്ചിൽ തുടങ്ങിയ സമയമായിരുന്നു. അവളുടെ 1 വർഷം പോകുന്ന കാര്യം ഓർത്തപ്പോ മുമ്പും പിന്നും നോക്കാതെ ഏലിയാസിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി. സാറ് അത് പോക്കുവരവ് ചെയ്യില്ലെന്ന് എനിക്കറിയായിരുന്നു. കുറച്ചു ദിവസം സാവകാശം കിട്ടിയ ഏലിയാസിന്റെ കാശ് തിരിച്ചു കൊടുക്കാന്ന് കരുതി. 5000 രൂപ എനിക്ക് വലിയ തുകയാണ് സാർ. കയ്യിലൊത്തു വന്നില്ല. ഇനിയിപ്പോ സാറിന് പോലീസിനെ വിളിക്കാം. കേസായാൽ എന്റെ ജോലി പോവും. പിന്നെ 2 പെൺകുട്ടികളെയും കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും സാറിന് പ്രശ്നമാവുമെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തത് തെറ്റുവാ. പക്ഷേ പറ്റുമെങ്കിൽ ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണം.
കുമാറേ, ഞാൻ വില്ലേജ് ഓഫീസിലുണ്ട്. ഇന്ന് രണ്ടാളൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് തിരിക്കൂ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഏലിയാസേ, ഞാൻ പോലീസിനെ വിളിക്കാൻ പോയതാ. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി ശിശുപാലൻ ഒരു അബദ്ധം പറ്റിയതായിരിക്കും, ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കാമെന്ന്. ഏലിയാസ് എന്ത് പറയുന്നു? എനിക്ക് ശിശുപാല സാറിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റണമെന്നൊന്നുമില്ല. പക്ഷെ ഒന്നുകിൽ പോക്കുവരവ് നടക്കണം, അല്ലെങ്കിൽ എൻ്റെ കാശ് തിരിച്ചു കിട്ടണം. പോക്കുവരവ് നടക്കില്ല. പിന്നെ കാശ് തിരിച്ചിരുന്ന കാര്യം ശിശുപാലൻ എന്ത് പറയുന്നു? കാശ് ഞാൻ തിരിച്ചു കൊടുത്തോളാം സാർ. നാളെ വൈകുന്നേരത്തിന് മുമ്പ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാ സാർ. നാളെ വൈകുന്നേരത്തിന് കിട്ടിയില്ലെങ്കിൽ അപ്പോ ആ കാശുണ്ടാക്കാൻ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങും, ഇല്ലേ? ഇല്ല സാർ. ഒരു കാര്യം ചെയ്യാം, അടുത്ത ശമ്പള ദിവസം ഏലിയസിന്റെ കാശ് തിരിച്ചു കൊടുക്കണം. കൊടുക്കാം സാർ. അത് നടക്കില്ല. എനിക്കിന്ന് കാശ് കിട്ടണം. ഇന്ന് ശിശുപാലന്റെ കയ്യിൽ കാശില്ലല്ലോ. അടുത്ത 1-ാം തീയതി ഏലിയസിക്ക് വന്നാ മതി, കാശ് ശിശുപാലൻ തന്നിരിക്കും. അത് കൊള്ളാം. അപ്പൊ ആഫീസറും പിയൂണും കൂടെ ഒത്തു കളിക്കുകയാണല്ലേ? കൈക്കൂലി വാങ്ങി കാര്യം നടത്താതിരുന്നിട്ട് ഇനി കാശ് ഉണ്ടാവുമ്പോ തരാമെന്നോ? എങ്കിൽ പിന്നെ ഒന്ന് കാണണമല്ലോ. സാറിനല്ലേ പോലീസിനെ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ, ഞാൻ വിളിക്കാം പോലീസിനെ. ഏലിയാസേ, നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഏലിയാസ് കേസ് കൊടുത്ത ശിശുപാലൻ ജയിലിൽ പോകും, ഇയാളുടെ ജോലിയും പോകും. പക്ഷേ കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല കുറ്റകൃത്യം, കൈക്കൂലി കൊടുക്കുന്നതും അതുപോലെ കുറ്റകരമാണ്. ഇവിടെ ഏലിയാസ് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിലേക്ക് ഏലിയാസ് പോകുന്നത് കുറ്റസമ്മതം നടത്താനാണ്. അതെ, ഏലിയാസ് ശിശുപാലനെതിരെ പരാതിപ്പെട്ടാൽ ആ നിമിഷം ഏലിയാസും അകത്താവും. കൈക്കൂലി വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒരേ ശിക്ഷയാണ്. ഇനിയിപ്പോ എന്ത് പറയുന്നു? കേസ് കൊടുക്കുന്നോ? വേണ്ട സാർ, എനിക്ക് 1-ാം തീയതി കാശ് കിട്ടിയാൽ മതി. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ഏലിയസ് സ്ഥലം വിടാൻ നോക്ക്, എനിക്ക് 100 കൂട്ടം ജോലിയുണ്ട്. സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. ഉപകാരം മറന്നാലും കുഴപ്പമില്ല, പക്ഷേ ഏലിയസിന്റെ കാശ് കൊടുക്കുന്ന കാര്യം മറന്നു പോരുത്. ഇല്ല സാർ, പറ്റിയ ശമ്പളം കിട്ടുന്നതിന് മുമ്പ് ഞാനത് കൊടുത്തു തീർക്കും. ശിശുപാലൻ പൊയ്ക്കോ. ശരി സാർ. ശിശുപാല, ചെയ്യാൻ പാടില്ലാത്തൊരു സഹായമാണ് ഞാനിപ്പോ ചെയ്തത്. അത് ശിശുപാലനെ ഓർത്തിട്ടല്ല, ശിശുപാലന്റെ കുട്ടികളെ ഓർത്ത്. ഇനിയും ഇങ്ങനൊരു സഹായം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഒരിക്കലും ഇല്ല സാർ. ഭാമേ, മോഷണം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അത് ചെയ്യുന്നവർക്ക് അവരുടെ ന്യായം കാണും. ആ ന്യായത്തിന്റെ പേരിൽ അവരെ സഹായിക്കാൻ പോയാൽ നാട്ടിലെ നിയമത്തിന്റെ അവസ്ഥ എന്താവും? അവരെയൊക്കെ നീ സഹായിക്കുന്നതിന്റെ പേരിൽ സത്യസന്ധനായ ഞാനാണ് മോശക്കാരനാവുന്നത്. എന്തൊക്കെയായിരുന്നു വില്ലേജ് ഓഫീസർ മോഹൻകൃഷ്ണൻ സാർ രാവിലെ പറഞ്ഞത്? രാമൻകുട്ടിച്ചേട്ടൻ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളാണ്. മകളുടെ കല്യാണക്കാര്യം ഓർത്തപ്പോൾ അറിയാതെ ഒരു മോഷണം നടത്തിപ്പോയി. പക്ഷേ ശിശുപാലൻ ചേട്ടനോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, കൈക്കൂലി വാങ്ങുന്നത് തെറ്റാണെന്ന് കൃത്യമായി അറിയാവുന്നയാൾ. അങ്ങനെ ഒരാളെ പോലീസിൽ ഏൽപ്പിക്കുന്നതിന് പകരം രക്ഷിച്ചത് വേറൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ. വെറും സർക്കാർ ഉദ്യോഗസ്ഥനല്ല, രാജ ഹരിശ്ചന്ദ്രനും മഹാത്മാഗാന്ധിക്കും ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും സത്യസന്ധനായ മോഹനകൃഷ്ണൻ സാർ. അല്ല ഭാമേ, ശിശുപാലന്റെ അവസ്ഥ അതായിരുന്നു.
പരീക്ഷ ഫീസ് അടയ്ക്കാതെ കുട്ടിയുടെ 1 വർഷം മുടങ്ങുന്നറിഞ്ഞപ്പോ അയാൾ ചെയ്തു പോയതാ. മോഹനേട്ടാ, നാട്ടിലെ കൊലപാതകങ്ങൾക്കും മോഷ്ടാക്കൾക്കുമെല്ലാം അവരുടേതായ ന്യായമുണ്ടാവും. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൈക്കൂലി വാങ്ങൽ തന്നെയാണ്. അതൊരു ക്രിമിനൽ കുറ്റവുമാണ്. അതെ, പക്ഷേ ശിശുപാലന കാശ് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? അത് പോരല്ലോ. തെറ്റുപറ്റിയാൽ തിരുത്തിയാൽ പോരാ, ശിക്ഷ അനുഭവിക്കണമെന്നാണ് നാട്ടിലെ നിയമം. മോഹനേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞത്. മോഹനേട്ടന്റെ സ്ഥാനത്ത് ഞാനായാലും ഇത് തന്നെ ചെയ്യുള്ളൂ. നിയമത്തെക്കാളും വലുതാണ് നീതിയെന്ന് വിശ്വനാഥ സാർ പറയും. എല്ലായ്പ്പോഴും നിയമം നീതി നടത്തി തരില്ല. അപ്പോ ഇതുപോലുള്ള കൊച്ചു തെറ്റുകൾ നമ്മളും ചെയ്തു പോകും. മോഹനേട്ടൻ ഇന്ന് ചെയ്തത് നന്നായതേ ഉള്ളൂ. മോഹനേട്ടാ, ഇന്ന് മോഹനേട്ടൻ അങ്ങനെ പ്രവർത്തിച്ചതിന്റെ ഫലം എന്തൊക്കെയാണെന്ന് മോഹനേട്ടൻ ഓർത്തു നോക്കി. ശിശുപാലൻ ചേട്ടന്റെ ജോലി പോവാതെ നോക്കി. ഏലിയാസിന് കൊടുക്കാനുണ്ടായിരുന്ന കാശിന്റെ കാര്യത്തിൽ തീരുമാനമാക്കി. അതിലൊക്കെ അപ്പുറം വേറൊന്നുകൂടി നടന്നു. ഇനി ഈ ജന്മത്ത് ശിശുപാലൻ ചേട്ടൻ കൈക്കൂലി വാങ്ങൂ? ഇല്ലെന്ന് ശിശുപാലൻ സത്യം ചെയ്തു. ആ സത്യം ശിശുപാലൻ ചേട്ടൻ പാലിക്കുകയും ചെയ്യും. അതുപോട്ടെ, നിന്റെ കേസ് എന്തായി? സത്യഭാമ ആരാ മോള്? ജുവലറിയിലെ പുതിയ മുതലാളിമാർക്ക് രാമൻകുട്ടി ചേട്ടനോട് വ്യക്തിപരാഗ്യം ഉണ്ടായിരുന്നുവെന്നും ഒരിക്കൽ രാമൻകുട്ടി ചേട്ടനെ പിരിച്ചുവിടാൻ അവർ ശ്രമിച്ചതായിരുന്നുവെന്നും സാക്ഷികളെ ഹാജരാക്കി ഞാനങ്ങ് സ്ഥാപിച്ചല്ലോ. അങ്ങനെ പിരിച്ചുവിടാൻ പറ്റാതിരുന്നപ്പോൾ കള്ളക്കേസ് ഉണ്ടാക്കി രാമൻകുട്ടി ചേട്ടനെ പുറത്താക്കാനുള്ള പരിപാടിയുടെ ഭാഗമാണ് ഈ കള്ളക്കേസെന്ന് ഞാൻ വാദിച്ചു. എന്നിട്ടെന്താ? മജിസ്ട്രേറ്റിന് ഞാൻ പറഞ്ഞത് അങ്ങ് ബോധ്യപ്പെട്ടു. വിധി പറഞ്ഞില്ല, പക്ഷേ രാമൻകുട്ടി ചേട്ടനെ വെറുതെ വിടുന്നുള്ള കാര്യം ഉറപ്പാണ്. വാദം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ രാമൻകുട്ടി ചേട്ടൻ എന്നോട് പറ, വക്കീല് കാരണം ഞാൻ രക്ഷപ്പെട്ടു, എന്നാലും എന്നെ കൊണ്ടാവുന്നത്ര പെട്ടെന്ന് പണിയെടുത്ത് കാശുണ്ടാക്കി ജുവലറിക്കാരുടെ കാശ് തിരിച്ചു കൊടുക്കുമെന്ന്. ഇനിയിപ്പോ തിരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. രാമൻകുട്ടി ചേട്ടൻ മോഷ്ടിച്ചതായിട്ട് തെളിവില്ലല്ലോ. പക്ഷേ രാമൻകുട്ടി ചേട്ടൻ അത് കൊടുക്കും. മോഹനേട്ടാ, പറഞ്ഞു വരുമ്പോ എല്ലാ മനുഷ്യരും നല്ലവരാ. അവരുടെ ഉള്ളിലെ നന്മ നമ്മൾ കാണാൻ ശ്രമിക്കണമെന്ന് മാത്രം. പുറമേ നോക്കിയാ ലോകത്തിലെ ഏറ്റവും മുരടനായ, പിടിവാശിക്കാരനായ, അഹങ്കാരിയായ, ദേഷ്യക്കാരനായ മനുഷ്യൻ മോഹനേട്ടനല്ലേ? പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഈ വില്ലേജ് ഓഫീസർ ഒരു പഞ്ചപാവാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ അത്ര പാവമൊന്നുമല്ല. ഭയങ്കരല്ലേ? കൈക്കൂലി വാങ്ങുന്നതും മോഷ്ടിക്കുന്നതും തെറ്റ് തന്നെയാണ്. സാഹചര്യങ്ങൾ വിശദീകരിച്ച് അതിനെ ന്യായീകരിക്കുന്നതും ശരിയല്ല. പക്ഷേ ചില നേരങ്ങളിൽ ചില തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കുക എന്നത് മനുഷ്യ സ്വഭാവമാണ്. തെറ്റുകൾ ചെയ്ത 2 മനുഷ്യരെ 2 തരത്തിൽ ശരി പഠിപ്പിച്ച വില്ലേജ് ഓഫീസർക്കും വക്കീലിനും അഭിവാദ്യം അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.